നിശാഗന്ധി എൻ തമ്പിയും എസ് പ്രഭാകരൻ നായരും കൂടി നിർമ്മിച്ച ചിത്രമാണ് നിശാഗന്ധി. 1970 മാർച്ച് 14 പ്രദർശനം തുടങ്ങിയ ഈ ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം എൻ തമ്പി, ഗാനങ്ങൾ ONV, സംഗീതം J ദേവരാജൻ, പാടിയവർ യേശുദാസ്, ജാനകി, സുശീല. അഭിനയിച്ചവർ സത്യൻ, കൊട്ടാരക്കര, PJ ആൻ്റണി, വിജയ നിർമ്മല, അടൂർ ഭാസി, ശങ്കരാടി, പട്ടം സദൻ, ജയഭാരതി, KP ഉമ്മർ, TR ഓമന, ഖദീജ, വിജയകല, KPAC അസീസ്. ഛായാഗ്രഹണം NS മണി. സംവിധാനം AN തമ്പി. കഥ: പുതുതായി വന്ന റേഞ്ചർ തോമസ് ജോൺ ഒരു രാത്രി ഫോറസ്റ്റ് ഓഫീസിലേക്ക് കാറോടിച്ച് പോകും വഴി ശ്മശാനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കാർ നിന്നുപോയി. ആ രാത്രി കഴിച്ചു കൂട്ടുവാൻ വെളിച്ചം കണ്ട ബംഗ്ലാവിലേക്ക് ചെന്നു. ബംഗ്ലാവിൻ്റെ ജനൽവാതിലിൽ പൊട്ടിയിരിക്കുന്നു. പൊടി പിടിച്ചു കിടക്കുന്നു. ചുമരിൽ ചില ജന്തുക്കളുടെ തലകൾ. ഒരു യൂറോപ്പിൻ്റെ ചിത്രം. തുറന്നു കിടക്കുന്ന വാതിൽ. അതിലൂടെ ജോൺ അകത്തേക്ക് കയറി. പെടുന്നനെ പിന്നിലുള്ള വാതിൽ അടഞ്ഞു. തലയില്ലാത്ത ഒരു രൂപം തന്നെ പിന്തുടരുന്നു എന്നയാൾക്ക് തോന്നി. മണി 12 അടിച്ചു. ഭീകരമായ ഒരു നിലവിളി. റേഞ്ചർ ജോൺ നോക്കിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു സുന്ദരിയായ യുവതി നിൽക്കുന്നു. റേഞ്ചർ ഭയചകിതനായി വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. ഫോറസ്റ്റ് ഗാർഡിൻ്റെ അടുത്ത് അഭയം തേടി. ഗാർഡ് ആ യുവതിയുടെയും ബംഗ്ലാവിൻ്റെയും കഥ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് വനം സർവേ ചെയ്യാൻ ഒരു മേനോൻ വന്നിരുന്നു. അയാൾ അവിടുള്ള തോട്ടം റൈറ്ററുടെ മകൾ അമ്മിണിയുമായി പ്രണയത്തിലായി. പണ്ട് തോട്ടത്തിലുണ്ടായിരുന്ന ഒരു സായിപ്പ് അകാല മരണമടഞ്ഞെന്നും അയാളുടെ പ്രേതം ഇപ്പോഴും ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നും ഉള്ള കഥ തോട്ട ഉടമ തമ്പിയും മറ്റുള്ളവരും പ്രചരിപ്പിച്ചിരുന്നു. തമ്പി മേനോന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. താമസിക്കാൻ ഒരു വീടും സേവകനായി ഒരാളെയും ഏർപ്പാടാക്കി. ലക്ഷക്കണക്കിന് രൂപയുടെ തടികൾ കള്ളക്കടത്ത് നടത്താൻ ശ്രമിച്ചിരുന്ന തമ്പി മേനോനെ സർവേയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുവെങ്കിലും കണിശക്കാരനായ മേനോൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. തമ്പിക്ക് മേനോൻ്റെ അമ്മിണിയുമായുള്ള അടുപ്പം ഇഷ്ടമായിരുന്നില്ല. തമ്പി അമ്മിണിയോട് അത് പറയുകയും ചെയ്തു. മേനോൻ്റെ സാമീപ്യം തൻ്റെ നിയമവിരുദ്ധ ലക്ഷ്യങ്ങൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കുമെന്ന് തമ്പി മനസ്സിലാക്കി. ഇതിനിടെ മേനോൻ അമ്മയെ കണ്ട് വിവാഹത്തിന് അനുമതി തേടാനായി പോയി. തിരിച്ചെത്തിയപ്പോൾ കേട്ട വാർത്ത അമ്മിണി പ്രേതത്തിൻ്റെ കയ്യിലകപ്പെട്ട് മരിച്ചുവെന്നാണ്. പ്രേതകഥയുടെ യാഥാർത്ഥ്യം കണ്ടെത്തുക, അമ്മിണിയുടെ മരണത്തിന് പിന്നിലെ സത്യം കണ്ടെത്തുക മേനോൻ്റെ ജീവിത വ്രതമായി. ഫോറസ്റ്റ് ഗാർഡുകളുടെ സഹായവും തേടി. തൻ്റെ 3 സഹായികൾ പ്രേതത്താൽ കൊല്ലപ്പെട്ടിട്ടും പിന്മാറാതെ മേനോൻ യത്നം തുടർന്നു. ഒടുവിൽ പ്രേതവുമായി മേനോൻ ഏറ്റുമുട്ടി. സംഘട്ടനത്തിൽ പ്രേതത്തിൻ്റെ മുഖം മൂടി നഷ്ടപ്പെടുന്നു. തമ്പിയാണ് പ്രേതമായി അഭിനയിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അയാളാണ് അമ്മിണിയെ വധിച്ചതെന്നും അറിയുന്നു. കള്ളക്കടത്ത് പിടിക്കാൻ നിയുക്തരായ ഒരു സംഘം CIDകളാണ് തമ്പിയുടെ ജോലിക്കാരിൽ പലരുമെന്ന് മനസ്സിലാക്കുന്നിടത്ത് ചിത്രം അവസാനിക്കുന്നു.